വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് അത്തമാണ് കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനി അത്ത ഇടാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നലെ തന്നെ ഏകദേശമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങളൂടി ചെയ്യാനുണ്ട്. ഇന്നാണ് കേട്ടോ നമ്മൾ തൃക്കാക്കരയപ്പനയൊക്കെ ഉണ്ടാക്കുന്നത്. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ തലേ ദിവസമേ തൃക്കാക്കരയപ്പനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അത് തിരിഞ്ഞില്ല എന്ന് വരും. കാരണം ഈ വായിൽ അകത്തും കൂടി ഒരു കമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നാക്ക് വന്ന് തട്ടുന്നോണ്ടാണ് എനിക്കിത് പറയാൻ പറ്റാത്തത്. അത് 2 മാസത്തിനുള്ളിൽ ഊരുമായിരിക്കും. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ ചില വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണേ. അപ്പോൾ ഇന്ന് അത്തത്തിന് ഉള്ള പരിപാടിയൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വരിയാണ് ഇട്ടിടുന്നത്. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ അത്തത്തിൻ്റെ അന്ന് ഒരു വരി, ചെത്തിരടന്ന് 2 വരി, അങ്ങനെ കൂടിയാണ് കേട്ടോ. തിരുവോണത്തിനന്ന് 10 വരി വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ബാക്കി പല ഇടത്തും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, എല്ലാ ദിവസവും നിറച്ച് ഉള്ള പൂക്കൾ എത്രയും കൂടി നിറച്ചിടുകയാണ് ചെയ്യാറ്. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഓരോ ദിവസം ഓരോരോ വരിയായിട്ടാണ് കേട്ടോ കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ അതുപോലാണ് ഞാൻ ഇന്ന് നമുക്ക് ഇവിടെ ഇടുന്നത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബൈ. ബാക്കിയുള്ളവരൊക്കെ ചെത്തിവാരിയില്ലെങ്കിലും പൂക്കളം ഇടുന്നിടം ഇന്നലെ തന്നെ ഞാൻ ചെത്തിവാരി ക്ലീനാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെത്തിവാരിൻ്റെ പോശ കുറച്ച് കിടപ്പുണ്ട്, അതും കൂടെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാനിവിടെ തൂത്ത് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് നേരത്തെ പണിയൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഇതൊന്ന് തൂത്ത് വാരി കളഞ്ഞാൽ മാത്രം മതി. അപ്പം ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മൾ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇനി തൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം കുടയും. അതിനുശേഷം അവിടെ തളിച്ചിട്ടാണ് കേട്ടോ പൂക്കളം ഇടുന്നത്. അപ്പോൾ അവിടെ നിന്ന് കാണാത്തതുകൊണ്ട് ഞാൻ ഫോണും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് തൂക്കുന്നത് കാണിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സ്ഥലത്തെ ഞാനിവിടെ ചെത്തി വാരിയിട്ടിട്ടോളായിരുന്നു. അപ്പോൾ ബാക്കി പിന്നെ ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ മാസം ഒന്ന് ചെത്തി വാരി ഇട്ടതേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഈ പോച്ചകൾ കിളിച്ച് കയറിയത് കേട്ടോ. അപ്പോൾ നമുക്ക് പിച്ചി കളയാനുള്ള സമയവും കിട്ടിയില്ല. പിന്നെ അവിടെ വെയിലായതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് സന്ധ്യ ആയാൽ മാത്രമേ നമുക്ക് ഒന്നുകിൽ വെളുപ്പിനെ ഇറങ്ങണം, അതല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അവിടെ ചെത്തി വാരാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ വെയിലുമാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഞാൻ മണ്ണൊക്കെ മാറ്റിയിട്ട് അവിടെ ഇനി തളിക്കാൻ പോവാണ് കേട്ടോ. എല്ലാ തവണയും നമ്മൾ അത്തത്തറ കെട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അത്തപ്പൂ അതിൽ ഇടാറുള്ളത്. പക്ഷേ ഇത്തവണ അത്തത്തറ ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കിനി പണി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് അത് പൊളിച്ച് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തറയിൽ തന്നെയാണ് അത്ത ഇട്ടത്. പിന്നെ ഞാനവിടെ തളിക്കുന്നുണ്ടല്ലോ. ചാണകം നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചാണകവും ചെളിയും കൂടെ വെച്ചാണ് ഞാനിവിടെ തളിച്ചു കൊടുക്കുന്നത്. അപ്പം ആ തളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ ചാണകവെള്ളം കൊണ്ട് തന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് ചാണകവെള്ളം വന്നത് ഞാൻ അവിടെ നിന്ന് കുടഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തൃക്കാക്കരയപ്പനയും കൂടി ഉണ്ടാക്കി വെക്കണം. ഞാൻ ഇന്നലെ തന്നെ തൃക്കാക്കരയപ്പന് വേണ്ടിയിട്ടുള്ള കുരിശിക്കട്ടയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയുള്ള ക്ലേ മോഡലുള്ള ചെളി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കുരിശിക്കട്ടയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരുപാടുണ്ട് കേട്ടോ കുരിശിക്കട്ട. അതുകൊണ്ട് എനിക്ക് ദൂരെയൊന്നും പോകേണ്ടി വന്നില്ല. പിന്നെ കുറച്ച് കട്ടയുള്ളതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് പൊടിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം വെള്ളം കൂടി ഒഴിച്ച് വെച്ചപ്പോൾ അത് സെറ്റായിട്ട് വന്നു കേട്ടോ. പിന്നെ ഇനി അതൊന്ന് അതിൻ്റെ ആ ഷേപ്പിലൊന്ന് ആക്കി എടുത്താൽ മാത്രം മതിയായിരുന്നേ. എന്ന് പറയുമ്പം പെർഫെക്റ്റായിട്ട് ഷേപ്പ് കിട്ടിയോന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. പിന്നെ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കയ്യിൽ ഫോണും ഒരു കൈ വെച്ചാണ് കേട്ടോ അപ്പം ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കൈ വെച്ച് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഈ ഫോൺ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇതേപോലുള്ളത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടുമല്ലോ തൃക്കാക്കരയപ്പനെ. പക്ഷേ നമ്മളങ്ങനെ വാങ്ങിച്ച് വെക്കാറില്ല കേട്ടോ. നമ്മളിതുപോലെ ഈ മണ്ണ് വെച്ച് ഉണ്ടാക്കി വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതാവുമ്പം സെറ്റായിട്ട് ഇരുന്നോളും. കുരിശിക്കട്ടയാവുമ്പം മഴ പെയ്താലും അത് നനഞ്ഞ് കുതിർന്ന് പോകത്തൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുരിശിക്കട്ട എടുക്കുന്നത്. അങ്ങനെ ഫൈനലി ഞാനിവിടെ തൃക്കാക്കരയപ്പനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഷേപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് ഷേപ്പാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സ്ഥിരം ചെയ്യുന്നത് ഇങ്ങനെയാണ്. എല്ലാ വർഷവും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി നമുക്ക് ഇല വെട്ടാൻ വേണ്ടിയിട്ട് പോകണം. നമ്മുടെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തൂശനില വേണം. അതിന് വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കഴിഞ്ഞ വർഷം വരെ ഞാൻ തൂശനിലൊന്നും ഇല്ലാതെ നമ്മുടെ മണ്ണിലായിരുന്നു കേട്ടോ വിളക്ക് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എനിക്ക് കുറേ കമൻസ് വന്നത്, വിളക്ക് അങ്ങനെ മണ്ണിൽ വെക്കാൻ പാടില്ല, ഇലയിൽ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഇലയിലാണ് കേട്ടോ വെക്കാറുള്ളത്. ഇല കിട്ടിയില്ലെങ്കിൽ ഞാൻ തട്ടത്തിൽ വെക്കും. ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ വാഴയില നിൽപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വാഴയിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയൊരു തൂശനില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി
അവിടെ കൊണ്ടുവന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് വിളക്ക് കത്തിച്ച് വെക്കാം കേട്ടോ. അകത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വേറൊരു വിളക്ക് കത്തിച്ചാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സാമ്പ്രാണിത്തിരിയും കത്തിച്ച് വെക്കും. അതിന് ശേഷമാണ് നമ്മൾ പൂവിട്ട് തുടങ്ങുക. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തൃക്കാക്കരയപ്പനെ വെക്കാവേ. ഇത് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങും കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല നനവൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിനി ഓരോ ദിവസവും തളിക്കുമ്പോൾ കുറച്ചുകൂടി വലുതാവും കേട്ടോ നമ്മുടെ തൃക്കാക്കരയപ്പൻ. തൃക്കാക്കരയപ്പൻ സെറ്റല്ലേ, ഒരു ചെറിയ ചരു ഉണ്ടെന്ന് തോന്നുന്നു. സാരില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തെറ്റിപ്പൂവും പാലപ്പൂവും കൂടാണ് കേട്ടോ ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത്. പിന്നെ തുളസിക്കതിര് തൃക്കാക്കരയപ്പൻ്റെ മുകളിലും വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എത്രയും പൂക്കളാണോ അത്രയും മാത്രമേ ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ളൂ. ഒരുപാട് പൂക്കളൊന്നും വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വെച്ച് കൊടുക്കാവേ. ഓരോ സ്ഥലത്തും പലതരത്തിലാണല്ലോ ആചാരങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഓരോ ദിവസവും ഓരോ വരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. ഇന്ന് അത്തം തുടങ്ങിയതുകൊണ്ട് തന്നെ അത്തം ആയതുകൊണ്ട് ഒരു വരിയാണ് കേട്ടോ ഇന്ന് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അതേ സെൻറ്ററിൽ ഞാൻ തൃക്കാക്കരയപ്പൻ്റെ മുകളിലായിട്ട് തുളസി കതിരാണ് വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന് ചുറ്റും ഞാനിനി തെറ്റിപ്പൂവും പാലപ്പൂവും കൂടി വെച്ച് ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും വെള്ളപ്പൂ മസ്റ്റ് അല്ലേ ഇന്ന്, അതുകൊണ്ട് ഞാൻ പാലപ്പൂവാണ് എടുത്തിരിക്കുന്നത്. തുമ്പപ്പൂ ഒന്നും നമുക്ക് കണി കാണാൻ പോലുമില്ല കേട്ടോ ഇവിടെ ഒന്നും. പിന്നെ കാട്ടുപൂക്കളൊക്കെ വേണമെങ്കിൽ നമ്മളിത് ഈ വയലിലൊക്കെ പോകണം. വയലിലൊന്നും പോകാൻ രാവിലെ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ ഉള്ള പൂക്കളെ വെച്ച് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തത്. വയലിലിറങ്ങി പോകാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, പട്ടികളുടെ ശല്യം കുറച്ച് കൂടുതലാണ് കേട്ടോ. എനിക്ക് പട്ടിയെ പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വയലിലോട്ട് പിന്നെ അങ്ങോട്ട് പോകാഞ്ഞത്. പിന്നെ ഇപ്പം നമുക്ക് ഒരു വരി മതിയല്ലോ. ഇനിയിപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് പൂവിൻ്റെ എണ്ണം കൂടുതൽ വേണം. അപ്പോൾ നമുക്ക് ആ പൂവൊക്കെ വെച്ചിടാവേ. ഇപ്പം ഞാൻ ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് എല്ലാം വെച്ച് ഞാൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നിങ്ങളുടെ അവിടെ എത്ര വരിയാണ് ഇടുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് വടക്കോട്ടൊക്കെ ഉള്ളവർ ഒരുപാട് വരി അത്തപ്പൂക്കളൊക്കെ എന്നും ഇടാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചിയുടെ കൂടെ പുനലൂർ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അവിടെ ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ ആയിക്കഴിഞ്ഞു. കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് പുനലൂരേക്ക് പോയത്. നല്ല വെയിലായിരുന്നു. ഉള്ള വെയിൽ ഫുള്ള് കൊണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭാഗ്യത്തിന് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ തുണിക്കടയിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മാവേലിയാണ് കേട്ടോ ഇത്. അങ്ങനെ മാവേലിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് മാവേലി വിളിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ മാവേലി വേറെ തിരിഞ്ഞ് പോകുമായിരുന്നു. അവസാനം ഞാൻ മാവേലിയെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാവേലിയുടെ കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ഓണമൊക്കെ പറഞ്ഞ് മാവേലിയുടെ അടുത്ത് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട.